അടുത്ത വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചങ്ങരംകുളം ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം കാളാച്ചാലിലാണ് ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ 6 പേർ ചികിത്സയിലാണ് ഉള്ളത്. ദൃശ്യങ്ങൾ. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും. സോണൽ 3 ബസ്സുകൾ കാണാം. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഓവർടേക്ക് ചെയ്ത് വന്ന ഇടിച്ചു കയറുകയാണല്ലോ സോണൽ. തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് ചങ്ങരംകുളം കാളാച്ചാലിൽ ഈ ഒരു അപകടം നടക്കുന്നത്. എന്താണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ആ പ്രൈവറ്റ് ബസ്സിന്റെ അകത്ത് നിന്നുള്ള ദൃശ്യങ്ങളും അതോടൊപ്പം പുറത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളുമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഒരു പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട്, ഓപ്പോസിറ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് വരുന്നുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സിനെ മറികടന്ന് പോകുന്ന മിന്നൽ ബസ്സാണ് ആദ്യം ഇടിക്കുന്നത്. അതായത് മിന്നൽ ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ പ്രൈവറ്റ് ബസ്സിൽ ഇടിക്കുന്നു. ഓപ്പോസിറ്റ് വന്ന സൂപ്പർ ഫാസ്റ്റിലും ഈ ബസ് ഇടിക്കുന്ന സാഹചര്യം. അങ്ങനെ 3 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടി ഈ അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയിക്കേണ്ടതുണ്ട്. അപകടം സംഭവിച്ച ഉടൻ തന്നെ അവരെ ചങ്ങരംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അപകടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയൊന്നും തന്നെ ആരോഗ്യ സ്ഥിതിയിലില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്, കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന മിന്നൽ ബസ്, സാധാരണ ട്രിപ്പായി പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്, അങ്ങനെ 3 ബസ്സുകളാണ് ഈ സഞ്ചരിച്ചിരുന്നത്. ആ 3 ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഈ മിന്നൽ ബസ് പ്രൈവറ്റ് ബസ്സിനെ മറികടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളതായാലും നടപടിയുണ്ടാകും എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി.